തെളിയും. മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും. മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. കരങ്ങൾ കുപ്പിപ്പിടിച്ച് കണ്ണുകളടയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും അനുഗ്രഹപൂരിതമായ ഒരു ചിത്രം നമ്മുടെ മുൻപിലുണ്ടാകട്ടെ. മിഴികൾ നിറയുമ്പോൾ നമ്മുടെ മിഴിനീർ തുടയ്ക്കുവാൻ ചാരേ വരുന്ന അമ്മ. ഒരു കുഞ്ഞുപോലും സങ്കടപ്പെട്ടിരിക്കുവാൻ ആഗ്രഹിക്കാതെ സങ്കടങ്ങളിൽ, ദുഃഖങ്ങളിൽ ആശ്വാസ സാന്നിധ്യമായി അമ്മേ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മയുടെ പ്രിയ മകനായി, പ്രിയ മകളായി എന്നെയും ചേർത്ത് പിടിക്കണമേ. ഈശോയിലേക്ക് എന്നെ അമ്മ കൈപിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും മനസ്സിലോർക്കാം. പ്രത്യേകമായി നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. കുടുംബജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ മാതൃക, സ്നേഹത്തിൽ ഒരുമയിൽ ജീവിക്കുവാൻ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. 8-ാം ദിനത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വിമല സങ്കേതം 8-ാം ദിനത്തിലെ ശുശ്രൂഷകളിലൂടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുവാൻ അമ്മേ ഈശോയുടെ പക്കൽ ഞങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈശോയിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വിമല സങ്കേതം, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സങ്കേതം തേടി, ആശ്രയം തേടി നമ്മൾ പ്രാർത്ഥിക്കുന്ന 8-ാം ദിനം ദൈവം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ദിനങ്ങളിലെ ശുശ്രൂഷകളിലൂടെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുക്കമായിട്ടുള്ള 33 ദിനങ്ങളിലെ ആദ്യഘട്ടത്തിലാണ്. ആദ്യത്തെ 12 ദിനങ്ങൾ ലോകാരൂപിയിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്. പാപം എങ്ങനെയാണ് നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വരുത്തുന്ന വിള്ളലുകൾ, അത് കുടുംബ ബന്ധങ്ങളിൽ, സഹോദര ബന്ധങ്ങളിൽ, മക്കൾ മാതാപിതാക്കൾ ബന്ധങ്ങളിൽ, ഇങ്ങനെയൊക്കെ പാപത്തിൻ്റെ ബന്ധനം കടന്നു വന്ന് വിള്ളലുകൾ സൃഷ്ടിക്കുന്ന മേഖലകളെക്കുറിച്ച് നാം കഴിഞ്ഞ ദിനങ്ങളിലൂടെയൊക്കെ കാണുകയുണ്ടായി. അതിൽ നിന്ന് വിമോചനത്തിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. ഈശോയെ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവ സാന്നിധ്യത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ ബന്ധങ്ങളും, എല്ലാ തിന്മയുടെ പാപ മാലിന്യങ്ങളെ വെറുത്തുപേക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപയരുളണമേ എന്ന് ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയ അഭിഷേകം, ഈശോയുടെ വലിയ അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് വലിയ കൃപയായിട്ട്, അഭിഷേകമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും. നാം ഇപ്പോൾ ശ്രവിച്ച വചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനെ നമുക്കായി നൽകുന്ന ഈശോയുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, നാം എല്ലാവരും രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ വലിയൊരു ചൈതന്യം പുത്രനിലൂടെ ഈ ലോകത്തിലേക്ക് തമ്പുരാൻ പകർന്നു നൽകുകയാണ്. പ്രിയമുള്ളവരെ, ആ പിതാവിൻ്റെ സ്നേഹത്തോട് പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ചേർന്ന് നിൽക്കുവാൻ പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നൽകിയ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുകയാണ്. ദൈവം നൽകിയ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം.
നമ്മുടെ ജീവിതത്തിൽ ദൈവമഹത്വത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ദൈവം നൽകിയ ഈ ഒരു ആയുസ് അതൊത്തിരി കാലമൊന്നും ഇല്ലട്ടോ, അല്ലേ? ഏറിയാലൊരു 50, 60, 70. ഇത് കേൾക്കുമ്പോൾ എന്നെ രൂക്ഷത്തോടെ ഒന്നും നോക്കിയേക്കല്ലോ. സങ്കീർത്തന പുസ്തകം 90-ന്റെ 10-ാം തിരുവചനം, 90-ാം അധ്യായം 10-ാം തിരുവചനം, മനുഷ്യൻ്റെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80. എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ്. അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും. ഇത് അച്ഛൻ പറഞ്ഞതല്ല, ബൈബിളിലെ വചനം കേട്ടോ. പ്രിയമുള്ളവരെ, ഉള്ള കാലം സ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മൾ ജീവിക്കണം. ക്ഷണികമായ നമ്മുടെ ജീവിതം, ക്ഷണികമാണ് നമ്മുടെ ജീവിതം. ഈ ഒരു കാലഘട്ടത്തിലായിരിക്കുമ്പോൾ ഒരു പനി വന്നാൽ അത് മറ്റസുഖങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പം തമ്പുരാൻ നമുക്ക് നൽകുന്ന ആയുസ്, ആരോഗ്യം തമ്പുരാൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. പ്രത്യേകിച്ച് ലോകാരൂപിയിൽ വീണ് ദൈവം നൽകിയ ആയുസ്സിനെ നഷ്ടപ്പെടുത്തി ദൈവമഹത്വത്തിന് എതിരു നിൽക്കുന്ന തിന്മകളിലേക്ക് നമ്മൾ വീണു പോകരുത്. ഇപ്പം ദൈവം നൽകിയ ആയുസ്, ദൈവം നൽകിയ ആരോഗ്യം, ദൈവം നൽകിയ ശരീരം, ദൈവം നൽകുന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താതെ തിന്മയുടെ സ്വാധീനങ്ങളിലേക്ക് വീണുകൊണ്ട് ദൈവഹിതത്തിനെതിരായിട്ടൊരിക്കലും നമ്മൾ പ്രവർത്തിക്കുവാനായിട്ട് പാടില്ല. ഇപ്പം ദൈവം, ഉദാഹരണത്തിന് ദൈവം ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെ നീ ഒരു 75 വർഷക്കാലം ജീവിക്കുക എന്ന് പറഞ്ഞാണ് അയച്ചിരിക്കുന്നതെങ്കിൽ ഈ ഭൂമിയിൽ വന്ന് ആ മനുഷ്യൻ കള്ളും കുടിച്ച് കഞ്ചാവും വലിച്ച് ചങ്കും കരളും നശിപ്പിച്ച് കളഞ്ഞ് ഒരു 65-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. അപ്പം ദൈവം നൽകിയ ആയുസ് നഷ്ടപ്പെടുത്തുന്ന ഒരു മനുഷ്യനായിട്ട് ആ വ്യക്തി മാറുകയാണ്. ദൈവം 75 വർഷം ഈ ലോകത്തിൽ ജീവിക്കുവാൻ അനുവദിച്ച് വിട്ട ഒരു മനുഷ്യൻ തെറ്റായ പ്രവർത്തനങ്ങളിലൂടെ, ദുശീലങ്ങളിലൂടെ തൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തി തൻ്റെ ആയുസ് 10 വർഷം കുറച്ചു കളഞ്ഞുവെങ്കിൽ ദൈവമഹത്വത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പം മദ്യപാനവും ലഹരി വസ്തുക്കളുടെ ഉപയോഗമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. അതെല്ലാം ജഡത്തിൻ്റെ വ്യാപാരങ്ങളാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാം വചനം മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ, ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഇങ്ങനെയുള്ള തെറ്റായ ദുശീലങ്ങളിലേക്ക് ഒരിക്കലും നമ്മൾ വീണുപോകാനായിട്ട് പാടില്ല. വചനം ഇങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. സുഭാഷിതങ്ങൾ 20-ന്റെ 1-ാം തിരുവചനം, സുഭാഷിതങ്ങൾ 20-ന്റെ 1, വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ്. വലിയ കലഹങ്ങൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കടന്നു വരുവാനായിട്ട് കാരണം മദ്യപാനമാണ് എന്നതിൽ അച്ഛനോടൊപ്പം നിങ്ങളും ചേർന്ന് നിൽക്കുമെന്ന് അച്ഛൻ വിശ്വസിക്കുക, യാതൊരു സംശയമില്ല. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 10-ാം തിരുവചനം, കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുന്നില്ല. ഓർക്കണം, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നത് മാത്രമല്ല, ദൈവരാജ്യം നഷ്ടപ്പെടാനായിട്ട് അത് കാരണമായി തീരും. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പല ആഘോഷങ്ങളും ഇപ്പോൾ മദ്യപാനം കടന്നു വരുന്ന വഴികളായിട്ട് മാറുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ ആത്മീയ ആഘോഷങ്ങൾ പോലും, അല്ലെ, നമ്മുടെയൊക്കെ വീടുകളിൽ എന്താഘോഷം വന്നാലും, ക്രിസ്മസ് വന്നാലും, ഈസ്റ്റർ വന്നാലും, ഇനി ഓണം വന്നാലും, ഏത് ആഘോഷങ്ങൾ വന്നാലും പ്രിയമുള്ളവരെ, ഇതിൻ്റെ എല്ലാം പിന്നിൽ മദ്യപാനം കടന്നു വരുന്ന വലിയൊരു തിന്മയുടെ ബന്ധനം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളെ ദൈവകൃപയിൽ നിന്നും ഒത്തിരി അകറ്റുന്നുണ്ട്. വലിയ കണ്ണുനീരിന് കാരണമായി തീരുന്ന വലിയൊരു ദുശീലമാണ്. ഒരിക്കലും ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസായ്ക്ക് പോയി. സാധാരണ ഇങ്ങനത്തെ ശുശ്രൂഷകൾക്ക് പോയാൽ, ഏതെങ്കിലും വിവാഹം മറ്റു കുദാശകളൊക്കെ പരികർമ്മം ചെയ്യാൻ പോയാൽ, സാധാരണ പള്ളിയിലെ ശുശ്രൂഷ കഴിയുമ്പോൾ ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളൊക്കെ ആണെങ്കിലും
പള്ളിമുറിയിലേക്ക് ഇവർ ഭക്ഷണം കൊണ്ടുതരും. അവിടുന്ന് കഴിച്ചിട്ട് പോരലാണ് സാധാരണ പതിവ്. കാരണം ഇവരുടേതായ അല്ലേ, നമുക്കറിയാം വീട്ടുകാരുടേതായ ചില ചടങ്ങുകളുണ്ട്, ആഘോഷങ്ങളുണ്ട്. തന്നെയുമല്ല ഒത്തിരി സമയമെടുക്കും ഇതിനെല്ലാം വേണ്ടി. അപ്പോൾ അവർ സ്വസ്ഥമായിട്ട് ചെയ്തോട്ടെ, നിങ്ങൾ സ്വസ്ഥമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സാധാരണ ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ പള്ളിയിലെ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ് പതിവ്. അപ്പം എൻ്റെ സുഹൃത്ത് അവൻ പറഞ്ഞു, ഒത്തിരി പേരൊന്നും ഇല്ല, ചെറിയൊരു ഫംഗ്ഷനാണ്, നീയും വായോ, വീട്ടിലേക്ക് വായോ. അപ്പം അങ്ങനെ പറഞ്ഞ് വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പം പറഞ്ഞ് എന്നെ വണ്ടിക്ക് കൊണ്ടാക്കാം. അപ്പം ഞാൻ സുഹൃത്തിൻ്റെ വീട്ടിലിങ്ങനെ അല്പനേരം ഒന്ന് വിശ്രമിക്കുക, ഉടുപ്പൊക്കെ മാറി പോരാനുള്ള പാൻറ് ഷർട്ടൊക്കെ ഇട്ട് ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം തിരക്കുകളൊക്കെ കഴിഞ്ഞു. വീട്ടിൽ വന്നവരൊക്കെ തിരിച്ചു പോയി. ഇനി അത്യാവശ്യം സഹായിച്ചവർ അയൽക്കാരൊക്കെ ആയിട്ടുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. അങ്ങനെയാണ് അച്ഛന് തോന്നിയത്. അപ്പം അവരെല്ലാവരും കൂടെ അത്യാവശ്യം തിരക്കുകളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ അപ്പൻ്റെ പിന്നാലെ വീടിൻ്റെ പുറകിലേക്ക് പോകുന്നത് കണ്ടു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതെന്താണ് പരിപാടി എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പം ഞാൻ പോയ സമയത്ത് ഇങ്ങനെയാണ്, യാതൊരു ബുദ്ധിമുട്ടുമില്ല, വളരെ ശാന്തമായ ഒരു ലൈന്. 6-7 പേരേ ഉള്ളൂ. ഇതാ നമ്മുടെ സുഹൃത്തിൻ്റെ അപ്പൻ സാധനം ഒഴിച്ചു കൊടുക്കുന്നു, വരുന്നവർ ഗ്ലാസ് എടുക്കുന്നു, വാങ്ങുന്നു, കുടിക്കുന്നു, പോകുന്നു. ഇങ്ങനെയാണ്. അപ്പം ഞാനും ഇവരറിയാതെ ഈ ലൈനിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ പിന്നിൽ നിന്നു. സംഭവം ഒന്ന് അറിയണമല്ലോ. അപ്പം ഞാനും ചെന്നു. സുഹൃത്തിൻ്റെ അപ്പൻ ഒഴിച്ചു, ഞാനൊരു ഗ്ലാസ് എടുത്ത് ഒഴിച്ചു. ഇപ്പോൾ സാധാരണ ഒഴിച്ചാൽ മുന്നോട്ട് പോകുന്നു, കുടിക്കുന്നു, പോകുന്നു. ഇതാണ് ആ ലൈനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ അവിടെ ഒഴിച്ചപ്പോൾ ഞാൻ മുന്നോട്ട് പോയില്ല, അവിടെ നിന്നു. അപ്പം എന്തു പറ്റി എന്നറിയാനായിട്ട് നമ്മുടെ സുഹൃത്തിൻ്റെ അപ്പൻ ഇങ്ങനെ തല പൊക്കി എന്നെ നോക്കി. അപ്പം മുന്നിൽ നിൽക്കണം ഞാനാ. ഏതാണ്ട് നമ്മുടെ ഈ കുരിശിൻ്റെ വഴിയിലെ 4-ാം സ്ഥലം, കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. അമ്മയുടെ വേദന, മകൻ്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം നാൾ ഉണ്ണിയെ ദേവാലയത്തിൽ വെച്ച ഓർമ്മ അമ്മയുടെ മനസ്സിലൂടെ കടന്നുപോയി. എന്നെ ഏത് നിമിഷത്തിലാണോ ഈ മാമുദീസയ്ക്ക് വിളിക്കാനായിട്ട് തോന്നിയത്, ഈ ഓർമ്മ, ഈ സംഭവം ഈ അപ്പൻ്റെ മനസ്സിലൂടെയും കടന്നുപോയി. അപ്രിയമുള്ളവരെ, ഇത് ഞാൻ വെറുതെ പറഞ്ഞ കാര്യമൊന്നുമല്ല. നമ്മുടെയൊക്കെ വീടുകളിലെ ആഘോഷങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അത് മാമുദീസ തൊട്ട് അതികുർബാന, മറ്റ് ശുശ്രൂഷകൾ, കൂദാശകൾ, ഇതൊക്കെ നമ്മുടെ പരിപാവനമായ കൂദാശകൾ പരികർമ്മം ചെയ്യപ്പെടുന്ന നമ്മുടെ മക്കളുടെ നല്ല സമയങ്ങളിൽ പോലും, ദൈവാനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന നിമിഷങ്ങളിൽ പോലും ഇങ്ങനെയുള്ള മദ്യപാനവും ലഹരി വസ്തുക്കളിലെ തെറ്റായ ദുശ്ശീലങ്ങളിലേക്ക് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ, കുടുംബങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർക്കണം, ദൈവകൃപയ്ക്ക് വലിയ തടസ്സം, വലിയൊരു പാപത്തിൻ്റെ ബന്ധനത്തിൻ്റെ മേഖലയാണത്. തിരിച്ചറിയണം കേട്ടോ നമ്മൾ. മറ്റൊരു സന്ദർഭം, ഞാൻ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ ഒരു വീട് സന്ദർശനം. അപ്പോൾ ഒരു വീട് സന്ദർശനത്തിൻ്റെ സമയത്ത് ഒരു പുതിയൊരു വീടിൻ്റെ വെഞ്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം ആ വീട്ടിലേക്കും രാവിലെ വെഞ്ചിരിപ്പ് കഴിഞ്ഞു. അപ്പം ആ വാർഡിൽപ്പെട്ട വീടാണ്. അപ്പം അവിടേക്ക് ഞാൻ കടന്നു ചെന്നു. ഏതാണ്ടൊരു ഉച്ച 1-1.5 നേരമായി. ഭവന സന്ദർശനത്തിൻ്റെ അവസാന സമയങ്ങളിലാണത്. ഞാൻ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ അവർ ആ സമയത്ത് ഞാനവിടെ എത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പം ഞാൻ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ഇതാ പെട്ടെന്ന് ചേട്ടന്മാരെല്ലാവരും കൂടെ പുറകിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. വീട്ടിൽ എന്നോട് സംസാരിക്കാനായിട്ട് മുതിർന്ന ചേട്ടന്മാരാരുമില്ല, ചേച്ചിമാരും പിള്ളേരും ഉള്ളൂ. ആ വീട്ടിൽ വന്ന കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, കുടുംബനാഥൻ എന്തിയേ? അവർ പരസ്പരം നോക്കുക. കുടുംബനാഥൻ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛാ ഇപ്പം സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ഒരൊറ്റ മനുഷ്യന്മാരിൽ പ്രായപൂർത്തിയായ ഒരൊറ്റ ആണ് പോലും ഇല്ല. 10-20 പേരെങ്കിലും ആ വീട്ടിൽ ഉണ്ട്. പക്ഷേ സംസാരിക്കാനായിട്ട് വരാനായിട്ട് ആരുമില്ല. കാരണം എന്താ? ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിരിക്കുക. പ്രിയമുള്ളവരെ, ഇതൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ദൈവകൃപയിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ വലിയൊരു കാരണമാണിത്. വലിയൊരു തിന്മയുടെ മേഖലയാണ്, ബന്ധനമാണ്. പ്രത്യേകിച്ച് പട്ട ഡിവൈൻ ശുശ്രൂഷയിൽ ഞങ്ങളായിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒത്തിരി കുടുംബങ്ങളെ മദ്യപാനത്തിൽ നിന്ന് മോചിപ്പിച്ച ഒരിടമാണ്. ചിലരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പറയാറുണ്ട്, അല്ലെങ്കിൽ പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിൽ വീട് സന്ദർശനത്തിന് പോകുമ്പോൾ പറയാറുണ്ട്, അച്ഛാ പോട്ടയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാട്ടോ വീട്ടിലെ മദ്യപാനം മാറിയത്.
പ്രിയമുള്ളവരെ, മദ്യപാനം നമ്മുടെ കുടുംബത്തിൻ്റെ അടിത്തറ തകർക്കുന്ന വലിയൊരു തിന്മയുടെ ബന്ധനമാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ ആ ഒരു പാപത്തിൻ്റെ മേഖലയിൽ നിന്നും ബന്ധനത്തിൽ നിന്നും മാറി നിൽക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. അതായത് നമ്മുടെ ദൈവം നൽകിയ ആയുസ് നഷ്ടപ്പെടുന്നത്, ദൈവം നൽകിയ ആയുസ് നഷ്ടപ്പെടുത്തുന്ന വലിയൊരു തിന്മയുടെ ബന്ധനമാണ്, പാപത്തിൻ്റെ ബന്ധനമാണ് മദ്യപാനം. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അത് തീരെ കുറവൊന്നുമല്ല ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ. പ്രത്യേകിച്ച് അത് ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല, പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. മക്കളെ ഓർത്തേക്കണം കേട്ടോ, വലിയ തിന്മയുടെ ബന്ധനമാണ്. നമ്മുടെ പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ ഓർത്തേക്കണം, ലഹരി വസ്തുക്കളുടെ ഒക്കെ ഉപയോഗത്തിലേക്ക് വീണു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു കരിയർ നഷ്ടമാകും കേട്ടോ. തീർച്ചയായും കുട്ടികളെയൊക്കെ ഇതിൻ്റെ ക്യാരിയേഴ്സൊക്കെ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നു എന്നൊക്കെ പലയിടങ്ങളിലും കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തെറ്റായ ഒറ്റ ദുശീലങ്ങളിലേക്ക് മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ആയുസ്സിനെ നഷ്ടപ്പെടുത്തും, ശരീരത്തിന് നന്മയെ നഷ്ടപ്പെടുത്തും. ദൈവം നൽകിയ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഇതെല്ലാം തടസ്സമാകും. അപ്പോൾ ദൈവം നൽകിയ ആയുസ്സിനെ നഷ്ടപ്പെടുത്തുന്ന പാപത്തിന് കാരണമായി തീരുമെന്നതിൽ യാതൊരു സംശയമില്ല. ആയതിനാൽ പ്രിയമുള്ളവരെ, ദൈവം നൽകിയ ആയുസ് ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. ഞാൻ മൂലം ഒരു മനുഷ്യൻ്റെ ജീവിതം പോലും നഷ്ടപ്പെട്ടു പോകാനായിട്ട് കാരണമാകരുത്. 5-ാമത്തെ കൽപ്പന, കൊല്ലരുത്. എൻ്റെ ശരീരത്തെ ഞാൻ നശിപ്പിക്കില്ല. തെറ്റായ ശീലങ്ങളിലൂടെ എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ, ആയുസ്സിനെ ഞാൻ നഷ്ടപ്പെടുത്തരുത്. അത് വലിയൊരു തിന്മയ്ക്ക് കാരണമായി തീരും. ഒപ്പം ഇതിനോട് ചേർത്ത് പറയുകയാണ്, ഞാൻ മൂലം മറ്റൊരാളുടെ ജീവിതത്തിന് ഹാനി സംഭവിക്കുവാൻ, മരണം സംഭവിക്കാനായിട്ട് പാടില്ല. ഒരിക്കലും ഫ്രാൻസിസ് മാർപ്പാപ്പ ദമ്പതികൾ വത്തിക്കാൻ സ്ക്വയറിൽ മാർപ്പാപ്പയെ കാണാനായിട്ട് വന്നപ്പോൾ അവരെ സന്ദർശിക്കുന്ന ഒരു സമയം, ഒത്തിരി പേരിങ്ങനെ തടിച്ചുകൂടിയിരിക്കുന്നു. മാർപ്പാപ്പ ഇതാ പേപ്പൽ വാഹനത്തിൽ മുന്നോട്ട് കടന്നു വരികയാണ്. ഒത്തിരി രാജ്യങ്ങളിൽ നിന്നുള്ള ദമ്പതിമാർ, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മാർപ്പാപ്പയെ കാണാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ മാർപ്പാപ്പ ഇങ്ങനെ കടന്നു വന്നപ്പോൾ ഇതാ അദ്ദേഹം കടന്നു പോകുന്ന വഴിയരികിൽ ഇതാ ഒരമ്മയുടെ കയ്യിലിരിക്കുന്ന കൊച്ചു കുഞ്ഞ് മാർപ്പാപ്പയെ നോക്കി ഇങ്ങനെ പുഞ്ചിരിക്കുക. പല്ലില്ലാത്ത കുഞ്ഞു മോണയൊക്കെ കാട്ടി ഈ കുഞ്ഞിങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി പുഞ്ചിരിക്കുമ്പോൾ മാർപ്പാപ്പയ്ക്ക് വലിയ സന്തോഷമായി. മാർപ്പാപ്പ മെല്ലെ വാഹനം നിർത്തി അതിൽ നിന്നും ഇറങ്ങി ഈ കൊച്ചു കുഞ്ഞിനെ ഒന്ന് എടുക്കുക. ഈ കുഞ്ഞിനെ എടുത്തു. ഈ കുഞ്ഞിൻ്റെ കുടുംബാംഗങ്ങൾക്ക്, മാതാപിതാക്കൾക്ക് വലിയ സന്തോഷം. മാർപ്പാപ്പ തങ്ങളുടെ കൊച്ചിനെ എടുത്തു, അല്പം ഒന്ന് ലാളിച്ചു, അതിൻ്റെ ശിരസിലൊന്ന് കൈവച്ചു, അതിനൊന്ന് ആശീർവദിച്ചൊന്ന് പ്രാർത്ഥിച്ചു. വലിയ സന്തോഷം. കണ്ടു നിന്നിരുന്നവർക്കെല്ലാം വലിയ ആനന്ദം. മാർപ്പാപ്പ കുഞ്ഞുങ്ങൾ ഇത്രത്തോളം കരുതലോടെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഇടയിൽ മാർപ്പാപ്പ മെല്ലൊരു ഞുള്ളിപ്പറി കൊച്ചിനിട്ട് കൊടുത്തു. അത്രയും നേരം സന്തോഷത്തോടെ ഇരുന്ന കുഞ്ഞ് പെട്ടെന്ന് വാവിട്ട് കരഞ്ഞു. അതിനൊന്ന് വേദനിച്ചപ്പോൾ ഇതിൻ്റെ അമ്മ പെട്ടെന്ന് കുഞ്ഞിനെ എടുത്തു. എല്ലാവരും ഓർത്തു, മാർപ്പാപ്പ എന്താ ഇങ്ങനെ ചെയ്തത്? അദ്ദേഹം മുന്നോട്ട് പോയി സ്റ്റേജിലെത്തി. അവിടെ ഇരിക്കുമ്പോൾ ഇതാ മിടുക്കനായ ഒരു കൊച്ചുകുട്ടി, അവനിതാ ഒരു കൊച്ചു പൂച്ചെണ്ടുമായിട്ട് മാർപ്പാപ്പയുടെ അടുത്തേക്ക് ഓടി വന്നു. മാർപ്പാപ്പ അവനെ ചേർത്ത് പിടിച്ചു. ആ പൂച്ചെണ്ടൊക്കെ വാങ്ങി അവൻ്റെ പേരൊക്കെ ചോദിച്ചു. അവനോട് അല്പനേരം ഒന്ന് സംസാരിച്ചു. അവൻ്റെ ശിരസിലൊന്ന് കൈവച്ചു. അവനെ ഒന്ന് ആശീർവദിച്ചു. എല്ലാവർക്കും സന്തോഷം. മാർപ്പാപ്പ കുഞ്ഞുങ്ങളെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടല്ലോ, ഇത്രത്തോളം കരുതുന്നുണ്ടല്ലോ. ആ കുഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ അവനിട്ടും കൊടുത്ത് ചെറിയൊരു വേദനിപ്പിക്കുന്ന ഞുള്ളിപ്പറി. എല്ലാവരും ഓർത്ത് കൗതുകത്തോടെ എന്തേ മാർപ്പാപ്പ ഇങ്ങനെ ചെയ്തത്? തുടർന്ന് മാർപ്പാപ്പ പ്രസംഗിക്കുവാനായി വചനപീഠത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, ഒരു കൊച്ചു കുഞ്ഞിനെ ഞാൻ എടുത്തു, വാത്സല്യത്തോടെ എൻ്റെ കരങ്ങളിൽ ഇരുന്ന് പൊട്ടിച്ചിരിച്ച ആ കുഞ്ഞിനെ ഞാൻ എന്തിനു വേദനിപ്പിച്ചു? എനിക്ക് പൂച്ചെണ്ട് തന്ന ഒരു കുഞ്ഞിനെ ഞാൻ എന്തിനു വേദനിപ്പിച്ചു എന്ന് ഈ നിമിഷങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. എന്നിട്ട് മാർപ്പാപ്പ ചേർത്ത് പറഞ്ഞു, പ്രിയമുള്ള മാതാപിതാക്കളെ, ഞാൻ ആ കുഞ്ഞുങ്ങളെ വേദനിപ്പിച്ചപ്പോൾ, അവരുടെ ശരീരത്തിന് സങ്കടം, അവരുടെ ശരീരത്തിന് വേദനയുണ്ടായപ്പോൾ അവർ നിലവിളിച്ചു, കരഞ്ഞു. അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവരെ എടുത്തപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ സങ്കടം മാറി. അവർക്ക് സന്തോഷമായി. അവരാ വേദനയെക്കുറിച്ച് മറന്നു വരെ പോയി. എന്നിട്ട് മാർപ്പാപ്പ ഇങ്ങനെ പറയും, സ്നേഹമുള്ള ദമ്പതിമാരെ,
സ്നേഹമുള്ള ദമ്പതിമാരെ, ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ നശിപ്പിച്ച് കളയരുത്. ദൈവം നൽകുന്ന ഒരു ആയുസ്സിനെ, ദൈവം നൽകുന്ന ഒരു കുഞ്ഞിനെ ഒരിക്കലും നശിപ്പിച്ച് കളയരുത്. ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ വേദനിപ്പിക്കുമ്പോൾ, അത് നിലവിളിക്കുമ്പോൾ അതിന് ആശ്രയം നൽകേണ്ടവർ തന്നെയാണ് അതിനെ വേദനിപ്പിക്കുന്നത്. പിന്നെ ആരുടെ പക്കലേക്ക് ആ കുഞ്ഞു പോകും? അതിനാൽ പ്രിയമുള്ള ദമ്പതിമാരെ, ദാമ്പത്യ ജീവിതത്തിൽ ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ ഒരിക്കലും ഉദരത്തിൽ വെച്ച് കൊന്നുകളഞ്ഞേക്കരുത്. അബോർഷൻ എന്ന പാപം അത് കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ വലിയ സങ്കടത്തിന്, അസ്വസ്ഥതയ്ക്ക് കാരണമാകും. പിന്നീട് അതിനെ ഓർത്ത് വലിയ ദുഃഖങ്ങളുണ്ടാകും, നിരാശയുണ്ടാകും. അതിനാൽ ദൈവം നൽകുന്ന മക്കളെ ഒരിക്കലും നശിപ്പിച്ച് കളഞ്ഞേക്കില്ല എന്ന് മാർപ്പാപ്പ സ്നേഹത്തോടെ ഉപദേശിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ആയുസ്സിനെ നഷ്ടപ്പെടുത്തി കളയുന്ന വ്യക്തികളായിട്ട് നാം ഒരിക്കലും മാറരുത് എന്ന ഒരു സന്ദേശം കൂടെ ഈശോ അതിനോട് കൂട്ടിച്ചേർക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ അമ്മ മാതാവേ, അമ്മയുടെ വലിയ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുകയാണ്. പ്രത്യേകിച്ച് ദുശീലങ്ങളിൽ നിന്ന്, അബോർഷൻ എന്ന പാപത്തിൻ്റെ വലിയ അടിമത്തത്തിൽ നിന്ന്, ഈ ലോകത്തെ തന്നെ നശിപ്പിച്ചു കളയുന്ന, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൻ്റെ വലിയൊരു തിന്മയിലേക്ക് കടന്നു പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പാപത്തിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ, മോചനം നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ദൈവം നൽകിയ ആയുസ്സിനെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. തമ്പുരാനോട് ചേർന്നൊരു ജീവിതമുണ്ട്. ഈ ലോക ജീവിതത്തിന് അപ്പുറം ഒരു ജീവിതം കൂടെ ഉണ്ട് കേട്ടോ. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. തമ്പുരാനോട് ചേർന്ന് നമ്മൾ ആ ജീവിതത്തിലായിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളിലേക്ക്, ദുശീലങ്ങളിലേക്ക് വീണുപോയേക്കരുത്. ഒരിക്കലും ഞാനൊരു പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ ഒരു വീട് സന്ദർശനത്തിന് പോയി. വീട് സന്ദർശനത്തിന് പോയപ്പോൾ ഒരു വീട്ടിലേക്ക് ഞാൻ പോകുന്നു. അതിൻ്റെ ഗേറ്റിങ്ങിലെത്തിയപ്പോൾ എൻ്റെ കൂടെ വന്ന ചേട്ടൻ പറഞ്ഞാ, ഈ വീട്ടിൽ പോകണ്ട, ഈ വീട്ടിലേക്ക് പോകണ്ട. അപ്പം ഞാൻ ചോദിച്ചാൽ എന്തി അങ്ങനെ പറയുന്നത്? എല്ലാ വീട്ടിലും നമ്മൾ സന്ദർശനം നടത്തണ്ട അച്ഛാ, അവിടെ പോയിട്ടൊരു കാര്യമില്ല, ആൾ ധ്യാനത്തിന് വരുന്നില്ല, പള്ളിയിൽ ഒരു കാര്യങ്ങളിൽ സഹകരിക്കുന്നില്ല. ഞങ്ങൾ അവിടെ നോട്ടീസ് കൊടുക്കാനും പതാകയൊക്കെ കൊടുക്കാനൊക്കെ ചെന്നപ്പോൾ ഞങ്ങളോട് അല്പം മോശമായിട്ട് പെരുമാറിയത്. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല, നിങ്ങളോടല്ലേ അങ്ങനെ പെരുമാറിയിട്ടുള്ളൂ, ഞാൻ ചെല്ലുമ്പോൾ കുഴപ്പമുണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ എൻ്റെ കൂടെ വന്ന ചേട്ടൻ പറഞ്ഞു, അച്ഛൻ പൊക്കോ, ഞാൻ ഇവിടെ ഗേറ്റിങ് നിന്നോളാം. അപ്പം അങ്ങനെ ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. കോളിംഗ് ബെല്ലടിച്ചു. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഇതാ ആ വീട്ടിലെ കുടുംബനാഥൻ, അദ്ദേഹം വാതിൽ തുറന്നു. വലിയൊരു മനുഷ്യൻ, അദ്ദേഹം ഇങ്ങനെ വാതിൽ തുറന്നു, എന്നെ രൂക്ഷഭാവത്തിൽ നോക്കുക. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ഫാദർ തോമസ് അറക്കൽ, പോപ്പുലർ മിഷൻ്റെ ഭാഗമായിട്ട് വീട് സന്ദർശനത്തിന് വന്നിരിക്കുന്നതാണ്. അപ്പം ചേട്ടൻ ചോദിച്ചു, അതിന് ഞാൻ എന്നാ ചെയ്യണം? അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ എല്ലാവരുടെയും വീട്ടിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരെയും ധ്യാനത്തിന് ക്ഷണിക്കാനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചേട്ടൻ ഞാൻ പറയണമൊന്നും കേൾക്കണില്ല, ഒരു താല്പര്യമില്ലാതെ നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ ധ്യാനത്തിൽ വരണില്ല, ഞങ്ങൾ ധ്യാനത്തിനൊന്നും വരികയില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ വീടിൻ്റെ മുറ്റത്ത് നിന്നാണ് ഞാൻ സംസാരിക്കണേ. എന്നാൽ വീടിൻ്റെ അകത്ത് കയറി സംസാരിച്ചാൽ വലിയ മാറ്റമൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ചേട്ടൻ ഇങ്ങനെ വാതിലിൽ ഇങ്ങനെ കൈയും പിടിച്ച് നിൽക്കുക. അപ്പം ഞാൻ ആ ചേട്ടൻ്റെ കൈയുടെ ഇടയിലൂടെ വീടിൻ്റെ അകത്തേക്ക് പെട്ടെന്ന് ചാടിക്കയറി. അപ്പം ഞാൻ വീട്ടിൻ്റെ അകത്തായി. അപ്പം ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇന്ന ധ്യാനമാണ്, 20 വർഷത്തിൽ ഒരിക്കൽ വരുന്ന ധ്യാനമാണ്, എന്താണേലും വരണം, കുടുംബം ഒന്നിച്ച് വരണം, വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ യാതൊരു വിധത്തിൽ സമ്മതിക്കണില്ല. അപ്പം ഞാൻ ഏതാണ്ട് ഒരു 4-5 മിനിറ്റ് പറഞ്ഞിട്ടും ഒരു താല്പര്യവുമില്ല, ഒരാഗ്രഹവുമില്ല നിൽക്കുന്ന ഈ ചേട്ടൻ. അപ്പം ഞാൻ പോകാനായിട്ടൊരുങ്ങുമ്പോൾ ഈ വീട്ടിലേക്ക് കടന്നു വരണ നേരത്തെ എൻ്റെ കൂടെ വന്ന ചേട്ടൻ പറഞ്ഞ, 2 അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന മനുഷ്യനാണ്. അപ്പം ഞാൻ ഈ ചേട്ടൻ്റെ അടുത്ത് ഒരു അവസാനത്തെ രീതിയിലെന്ന ഒരു അവസാന വാക്കെന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു, ഇനി ചേട്ടൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നാളെ ഞങ്ങൾ പാട്ടും പാടി കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞു. അപ്പം നാളെ ഞങ്ങൾ പാട്ടും പാടി കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഈ ചേട്ടന് പേടിയായി. അപ്പം ചേട്ടൻ പറഞ്ഞു, അച്ഛനിരിക്കും. അങ്ങനെ എന്നെ ഇരുത്തി സംസാരിക്കുക. പ്രിയമുള്ളവരെ, പള്ളിയുമായിട്ടൊക്കെ ചെറിയൊരു കൊച്ചു അസ്വസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പേരിലൊക്കെയാണ് വരാതിരുന്നത്. അങ്ങനെ ഈ ചേട്ടനോട് സംസാരിച്ച് തുടർന്ന് അദ്ദേഹം ധ്യാനത്തിനൊക്കെ വന്ന് സന്തോഷമായിട്ട് ജീവിക്കണം. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മരണത്തിനപ്പുറമുള്ള നമ്മുടെ ഈ ജീവിതം ദൈവത്തോട് ചേർന്നായിരിക്കണമെങ്കിൽ ദൈവം നൽകുന്ന ഈ ആയുസ്സിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം.
തെറ്റായ കാര്യങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ആയുസ്സിനെ നഷ്ടപ്പെടുത്തി, മദ്യപാനത്തിലൂടെ, ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളിലൂടെ, അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്ന നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയം. ശരീരത്തെ നശിപ്പിക്കുന്ന തെറ്റായ തിന്മകളിലേക്ക് ഒരിക്കലും വീണുപോയേക്കരുത്. ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഒരു തിന്മകളിലേക്ക് വീണുപോയേക്കരുത്. കാലഘട്ടത്തിൻ്റെ തെറ്റായ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗങ്ങൾ, സോഷ്യൽ മീഡിയയുടെ തെറ്റായ ഉപയോഗങ്ങളിലൂടെയൊക്കെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന മേഖലകളിലേക്ക് പോകുമ്പോൾ ഓർക്കുക, ദൈവീക ചൈതന്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. അതിനാൽ തന്നെ ദൈവത്തോടൊപ്പമുള്ള ഒരു നിത്യജീവിതത്തിൽ നിന്നും നാം അറിയാതെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം നൽകിയ ഈ ആയുസ്സിൽ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള ഒരു കൃപ നൽകി, അഭിഷേകം നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളൊന്ന് കുപ്പിപ്പിടിക്കാം, കണ്ണുകളടയ്ക്കും. ഇന്നത്തെ നിയോഗമായിട്ട് മദ്യപാനത്തിനും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും സോഷ്യൽ മീഡിയയുടെ തെറ്റായ ഉപയോഗത്തിലുമൊക്കെ ആയിരിക്കുന്ന എല്ലാവരെയും നമുക്കൊന്ന് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ സംരക്ഷണം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പാപികളുടെ സങ്കേതമായ പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇവരൊക്കെ ചേർത്ത് വയ്ക്കുക. വിശുദ്ധീകരിക്കണമേ. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതത്തിലേക്ക് ഓരോരുത്തരെ നയിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു നിയോഗം, പ്രത്യേകിച്ച് മദ്യപാനം, മറ്റു ദുശീലങ്ങളിൽ നിന്നുള്ള വിമോചനം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി കുടുംബങ്ങളിൽ ഇങ്ങനെ ഒരു സങ്കടമുണ്ട്. നമ്മൾ അല്പം ഒരു ത്യാഗം എടുത്ത് ഇന്നൊരു ചെറിയൊരു പ്രവൃത്തി ചെയ്യുകയാണ്. അല്പം ത്യാഗമുണ്ട് എങ്കിലും വലിയ ദൈവാനുഗ്രഹത്തിന് അത് കാരണമായി തീരും. ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. സാധിക്കുന്നവർ, ആരോഗ്യം അനുവദിക്കുന്നവർ ഒരു നേരത്തെ ഒരു ഭക്ഷണം, അതൊരു ആശയടക്കം പോലെ അല്ലെങ്കിൽ ഒന്ന് മാറ്റിവെച്ച് ഒരു ചെറിയൊരു ഉപവാസം എടുത്തുകൊണ്ട് ഈശോയുടെ സന്നിധിയിലേക്ക് ഇങ്ങനെ ദുശീലങ്ങളിലായിരിക്കുന്നവരെ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ആരാഗ്രഹത്തോടെ നമുക്ക് ദിവികാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ജീവിതം, അവിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ, ആരാധന 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 നാഥ, ആരാധന. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിത്യരൂപം. നോക്കിക്കൊണ്ട് ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ ദിവ്യരൂപം. സ്നേഹത്തോടെ നോക്കി. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലി വേദിയിൽ എന്നും. സന്നിധിയിലേക്ക് ജീവിതത്തെ ചേർത്ത് വെച്ച് ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിൽ
ചേർന്ന് പാടട്ടെ. അതിമോദം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാദ ആരാധന. നോക്കി ആരാധിച്ചോട് പാടട്ടെ. ആരാധന ആരാധന നാദ ആരാധന. എല്ലാവരും ചേർന്ന് സ്വരമേർത്തി. ആരാധന ആരാധന നാദ ആരാധന. ആരാധന 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 ഈശോയെ ആരാധന. ഈശോയെ ആരാധന. ആരാധന ആരാധന ഈശോയെ സ്നേഹമേ ആരാധന. ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഈശോയെ നോക്കി. ആരാധന ഹൃദയത്തിൽ ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ച് സ്നേഹമേ ആരാധന. ദിവികാരുടെ സ്നേഹമേ ആരാധന. ഒരിക്കൽ കൂടി ആരാധന ആരാധന സ്നേഹമേ ഹല്ലേലൂയ. ചേർന്ന് പാടട്ടെ. ഹല്ലേലൂയ 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഒരിക്കൽ കൂടി സ്ഥലം. ഒരിക്കൽ കൂടി സ്ഥലം. ഹല്ലേലൂയ 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 കരങ്ങൾ കൂപ്പി ഈശോയുടെ സന്നദ്ധയിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആരാധനയ്ക്ക് യോഗ്യനായവൻ, സ്തുതിക്കർഹനായവൻ ഇതാ എൻ്റെ മുൻപിൽ എന്നെ സ്നേഹിക്കുവാൻ, എന്നെ അനുഗ്രഹിക്കുവാൻ ഇയാൾ താരയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ നിമിഷങ്ങൾ. പൊന്നു തമ്പുരാനെ, എൻ്റെ കൊച്ചു ജീവിതത്തെ, എൻ്റെ എളിയ ജീവിതത്തെ, ഒത്തിരി കുറവുകളുണ്ട്, വീഴ്ചകളുണ്ട്, പോരായ്മകളുണ്ട്. ആ കുറവുകളോടെ, വീഴ്ചകളോടെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെ നിൻ്റെ ദിവികാരുണ്യ സന്നിധിയിലേക്ക് സ്വയനാഥ ചേർത്ത് വയ്ക്കുന്നു. സ്വീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. എളിയവളായ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ കർത്താവേ നിൻ്റെ കൃപകളാൽ, അനുഗ്രഹങ്ങളാൽ സമ്പന്നമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തെ താരയിൽ സമർപ്പിച്ച് ശിരസ് നമിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്വയം നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകളിലൂടെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദിവ്യകാരുണ്യ സ്നേഹത്താൽ നിറയ്ക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പ്രാർത്ഥനയോടെ, ഏറ്റവും ഭയഭക്തിയോടെ തമ്പുരാൻ്റെ മുൻപിൽ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ കാതുകളിൽ ഈശോ പറയുന്ന വലിയൊരു വാഗ്ദാന വചനമിതാ. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതാ: നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, ഭൂമിയിൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും, നിന്റെ അധ്വാനങ്ങൾ ഫലവത്താകും. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയൊരു അഭിഷേക വചനം, തമ്പുരാന്റെ ഒരു വാഗ്ദാനമാണ്. നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിനക്ക് ദീർഘായുസ്സുണ്ടാകും, നിന്റെ അധ്വാനങ്ങൾ ഫലം ചൂടും. സുവിശേഷത്തിലെ ഈശോയെ നമ്മൾ കാണുന്നു 12-ാം വയസ്സിൽ ദേവാലയത്തിലെ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയും മാതാവും, പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും ഈശോയെ കണ്ടുമുട്ടുമ്പോൾ
അവൻ അവരോടൊപ്പം പോയി അവർക്ക് വിധേയനായി ജീവിച്ചു. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവ മനുഷ്യപ്രീതിയിൽ ഈശോ ജീവിച്ചു. വചനം സാക്ഷ്യപ്പെടുത്തുകയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. പ്രിയമുള്ളവരെ, ദൈവം നൽകിയ അനുഗ്രഹമാട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾ. പ്രിയ മക്കളെ, ഈശോയുടെ മക്കളായിട്ട് ജീവിക്കണം. ഇത് വികാരം ഈശോ പറയുക, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുതട്ടോ. ഒരിക്കൽ ഈശോ ഒരു ശിശുവിനെ കരത്തിലെടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഈ ശിശുവിനെ പോലെയുള്ളവർക്കാ ദൈവരാജ്യം. നിഷ്കളങ്കതയോടെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഈശോ ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണേ. ദിവികാരുണ്യ ആരാധനയെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി വലിയ കൃപയിൽ അഭിഷേകത്തിൽ മക്കൾ വളരുവാൻ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓർക്കണം, ഇന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കുപ്പിപ്പിടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിലും വലിയൊരു നിയോഗം കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളെയും ഒരു നിമിഷം ഓർത്തേ. പരിശുദ്ധ അമ്മേ, കുടുംബജീവിതത്തിൽ മക്കളില്ലാതെ സങ്കടപ്പെടുന്ന എല്ലാ ദമ്പതിമാരെയും പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് സമർപ്പിക്കുന്നു. അമ്മയാകുവാനുള്ള കൃപ നൽകി ആ കുടുംബത്തിലെ ഭാര്യമാരെ അപ്പനാകുവാനുള്ള കൃപ നൽകി ഭർത്താക്കന്മാരെ അനുഗ്രഹിക്കണമേ. അമ്മ മാതാവേ, തിരുക്കുമാരനോട് ഈ ഒരു നിയോഗത്തിനു വേണ്ടി പ്രത്യേകം മാധ്യസ്ഥ അപേക്ഷിക്കണേ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്നൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ, പ്രിയമുള്ള സഹോദരങ്ങളെ, മനസ്സിൽ ഈ നിയോഗം ഉണ്ടാകണം കേട്ടോ. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മക്കളില്ലാത്ത ദമ്പതികളെ സ്വയം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. തമ്പുരാൻ വലിയ കൃപ ചൊരിയും. അപരാധന സാറായിക്കും അവരുടെ വാർദ്ധക്യത്തിൽ കുഞ്ഞിനെ നൽകി, സഖറിയായ്ക്കും എലിസബത്തിനും കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ച ദൈവമേ, ഹന്നയുടെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി മകനെ നൽകി അനുഗ്രഹിച്ച ദൈവമേ, മക്കളില്ലാത്ത എല്ലാ ദമ്പതികൾക്കും കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചേട്ടാ, വലിയ കൃപാവ സങ്കടം എടുത്തു മാറ്റണേ. പ്രാർത്ഥനയോടെ ഒരു നിമിഷം നിങ്ങളുടെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. മക്കളെ, നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ ഇത് വികാരുണ്യ ആരാധനയുടെ നിമിഷത്തിൽ കൈകൂപ്പി പിടിച്ചോ, ഒന്ന് കണ്ണടച്ച് അച്ഛൻ പറയുന്ന നിയോഗം നിങ്ങളുടെ മനസ്സിലൊന്നോർത്തോ. ഈശോയുടെ മക്കളായിട്ട് ജീവിക്കുവാൻ, പാപത്തിൽ വീണു പോകാതെ വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച്, പപ്പയോടും മമ്മിയോടും പറയാൻ പാടില്ലാത്ത ഒരു രഹസ്യവും മക്കളെ ജീവിതത്തിൽ ഉണ്ടാകല്ലേ. അത് തെറ്റാട്ടോ. പപ്പയോടും മമ്മിയോടും പങ്കുവെക്കാൻ പാടില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച്, ഈശോയെ, ഇന്ന അസ്വസ്ഥതകൾ, പാപത്തിൻ്റെ ബന്ധനങ്ങളുണ്ട്, വിടുതൽ നൽകണമേ, മോചനം നൽകണമേ. മാതാവേ, ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന മക്കളെ ഈശോയിലേക്ക് അമ്മ കൈപിടിച്ച് നയിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധി നൽകുവാൻ, ദൈവ ഹിതപ്രകാരമുള്ള മക്കളായി ജീവിക്കുവാൻ, മാതാപിതാക്കൾക്ക് അഭിമാനമുള്ള മക്കളായി ജീവിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച്, വീണ്ടും മറ്റൊരു നിയോഗം കൂടെ, നല്ല ആരോഗ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുവാൻ, അവരുടെ പഠന മേഖലകൾ, ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടുവാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ മാറുവാൻ നിമിഷം പ്രാർത്ഥിക്കുക. മക്കള്, വീട്ടിലായിരിക്കുന്ന മക്കള്, അല്ലെങ്കിൽ പഠന മേഖലകളിൽ ഇപ്പോൾ ആയിരിക്കുന്ന നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം കുഞ്ഞുമക്കളെ ഈശോയുടെ മുൻപിൽ ഒന്ന് മുട്ടുകുത്തിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ആരാധന പ്രത്യേകിച്ച് എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. മറ്റു നിയോഗങ്ങളോടൊപ്പം ഇന്ന് പ്രധാനമായിട്ടും ഈ ഒരു നിയോഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും ഈശോയുടെ സന്നിധിയിൽ ഒന്ന് മുട്ടുകുത്തിക്കേ, കൈകളൊന്ന് യാചനാരൂപത്തിൽ പിടിച്ചേ. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ ഒരുപക്ഷെ നിങ്ങളുടെ ഭവനങ്ങളിലില്ല, വിദൂരങ്ങളിലാണ്, മറ്റിടങ്ങളിലാണ്, പഠനത്തിലാണ്, ജോലിയിലാണ്, ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ആ മക്കളെ മനസ്സിലോർത്തോ, സമർപ്പിച്ചോ, പ്രാർത്ഥിച്ചോ. ഈ ശുശ്രൂഷ കഴിയുമ്പോൾ ഇതിൻ്റെ
ലിങ്കുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് മക്കൾക്ക് അയച്ചു കൊടുത്ത് അവരോട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറയണം കേട്ടോ. വലിയൊരു അഭിഷേകം, വലിയൊരു പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ഈ നിമിഷം. മക്കളെ, ദൈവത്തിൻ്റെ ചൈതന്യം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം ലഭിക്കും, നിങ്ങളുടെ മനസ്സ് ശക്തിപ്പെടും, വിശുദ്ധി ലഭിക്കും, പഠന മേഖല അനുഗ്രഹിക്കപ്പെടും, തിന്മയുടെ കുട്ടുകെട്ടുകളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാവർക്കും അറിയാവുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഗാനം, ദൈവാരൂപിയെ സ്നേഹജ്വാലയായി നിങ്ങളുടെ മക്കളിലേക്ക് നിറയണം. എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാരണവന്മാർ നിങ്ങളുടെ മക്കളെ കൂടെയില്ലെങ്കിൽ മനസ്സിലോർത്തോ, സമർപ്പിച്ചോ, പ്രാർത്ഥിച്ചോ. മക്കളെല്ലാം അച്ഛൻ പറഞ്ഞ നിയോഗങ്ങൾ മനസ്സിലോർത്തോ ഷോഡസനത്തിലേക്ക് എല്ലാ മക്കളെ സമർപ്പിച്ച് ഇതാ ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ദൈവാരൂപിയെ സ്നേഹജ്വാലയാ, ആത്മാവിന്റെ വലിയ നിറവ് അഭിഷേകം ഈ ദിവികാരുണ്യ ആരാധനയിലൂടെ ഒഴുകപ്പെടുന്ന പരിശുദ്ധിയമ്മ നമുക്ക് എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കുന്നുണ്ട് കേട്ടോ. അമ്മയുടെ നീലമേലങ്കിയുടെ വലിയ സംരക്ഷണം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകട്ടെ. ദൈവരൂപിയെ സ്നേഹജ്വാലയാൽ സ്വർഗത്തിൽ നിന്നും നീ വരൂ. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചേ. അഗ്നി നാളമാ നവ്യ ജീവനാ ഞങ്ങളിൽ വന്നു വാണിടൂ. എല്ലാവരും ചേർന്ന് പാടിക്കേ. ദൈവമേ നിറങ്ങണമേ. യാചനാരൂപത്തിൽ പിടിച്ച് സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ചേർന്ന് പാടട്ടെ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ മക്കളിൽ വന്ന് നിറയണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ എല്ലാ മക്കളെ സമർപ്പിച്ച് മക്കളിൽ വന്ന് നിറയണമേ. പാടിക്കേ, പാടി പ്രാർത്ഥിച്ചേ. സ്ത്രീകന്മാരിൽ നിറഞ്ഞപ്പോൾ മക്കളിൽ വന്നു നിറയണേ. ഒരു നിമിഷം എല്ലാവരും ശ്രദ്ധിച്ചേ. കരങ്ങൾ കൂപ്പി ദിവികാരുണ്യ ഈശോയെ മക്കളൊന്ന് നോക്കിക്കേ. പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ അടുത്ത് മക്കളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ഇരു കരങ്ങളും നിങ്ങളുടെ മക്കളുടെ ശിരസിലൊന്ന് വെച്ചേ. മക്കളെ വിശദീകരിച്ച് അനുഗ്രഹിച്ച് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. ഇനി ഒരുപക്ഷെ നിങ്ങളുടെ മക്കള് ഭവനങ്ങളിൽ നിന്നും വിദൂരങ്ങളിലാണ്, മറ്റിടങ്ങളിലാണ്. ഇടതുകരം ഹൃദയത്തോട് ചേർത്ത് വലതുകരം ആ മക്കളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു എന്ന ഒരു ചിന്തയിൽ ആ വലിയൊരു അഭിഷേകത്തിൽ ആ മക്കളെ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. മക്കളായിരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് പകരാൻ നിങ്ങൾക്കറിയാം. പ്രിയമുള്ള അപ്പച്ച അമ്മച്ചി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. വിശുദ്ധിയുള്ള മക്കളാകുവാൻ, ഈശോയുടെ കുഞ്ഞുങ്ങളാകുവാൻ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം, പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം, നീലമേലങ്കിയുടെ സംരക്ഷണം. അമ്മ മാതാവേ, ഈശോയെ ജ്ഞാനത്തിലും പ്രായത്തിലും അമ്മ വളർത്തിയതുപോലെ പ്രിയ മക്കളെ എല്ലാവരെയും ഈശോയെ പോലെ ഈശോയുടെ കൃപകളാൽ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുവാൻ ഇപ്പോൾ ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും അമ്മ ദൈവസന്നിധിയിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവ് പകർന്നു നൽകുവാൻ മധ്യസ്ഥ അപേക്ഷിക്കണമേ. എല്ലാ മക്കളും കരങ്ങൾ കുപ്പിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങൾ നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കൾ മക്കളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. ജ്ഞാനം പകരവൻ, ജ്ഞാനത്തിന്റെ നിറവ്, നല്ല ആരോഗ്യം, വിശുദ്ധി, എല്ലാ നിയമങ്ങളെ സമർപ്പിച്ച് എല്ലാവരും ചേർന്ന് പാടുന്നു. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ സ്ത്രീകന്മാരിൽ നിറഞ്ഞപ്പോൾ മക്കളിൽ വന്ന് നിറയണമേ. മക്കളിൽ വന്നു നിറയണേ. ചേർന്ന് പാടട്ടെ, സ്വരമുയർത്തി പാടട്ടെ. സ്ത്രീകന്മാരിൽ നിറഞ്ഞപ്പോൾ മക്കളിൽ വന്നു നിറയണേ. വിശുദ്ധിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മുന്നേറുവാനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധി നൽകണമേ. വിശുദ്ധിയാൽ നിറച്ചിടണേ. വിശുദ്ധിയാൽ നിറച്ചിടണേ. സ്ത്രീകന്മാരിൽ നിറഞ്ഞപ്പോൾ വിശുദ്ധിയാൽ നിറച്ചിടണേ. മക്കളിലേക്ക് ജ്ഞാനം പകരണമേ. പഠന മേഖലകളെ സമർപ്പിച്ച് നിറഞ്ഞ
ഉന്നതമായ വിജയ ലഭിക്കുക ജ്ഞാനത്താൽ ജ്ഞാനത്താൽ നിറച്ചിടണേ. എല്ലാ മക്കളെ സമർപ്പിക്കട്ടെ. പഠന മേഖലകള് മാരും നിറഞ്ഞപ്പോൾ ജ്ഞാനത്താൽ നിറച്ചി മക്കളിൽ വന്ന് നിറയണമേ. മക്കളുടെ എല്ലാ മേഖലകളും സമസ്ത മേഖലകളിലും പരിശുദ്ധാത്മാവിന്റെ നിറവ്. മാതാപിതാക്കള് മക്കളെ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ദൈവകൃപ, വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങളായി ജീവിക്കുവാൻ എവിടെയായിരിക്കുന്ന മക്കള്, ഒരുപക്ഷെ ഭവനങ്ങളിൽ നിന്നും വിദൂരങ്ങളില് വിദേശങ്ങളിലായിരിക്കുന്ന മക്കള് തെറ്റിലേക്ക് വീണുപോകാതിരിക്കുവാൻ അവരായിരിക്കുന്ന ഇടങ്ങളില് ദൈവീക സംരക്ഷണം പരിശുദ്ധാത്മാവെ എല്ലാവരിലേക്ക് നിറയണമേ. എല്ലാവരും പാടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. മക്കളെ സമർപ്പിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാ മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഒന്ന് സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മക്കളിലേക്കും പരിശുദ്ധാത്മാവിന്റെ നിറവ്. കർത്താവായ ഈശോയെ, നിത്യപുരോഹിതനായ ഈശോയെ, ഇന്ന് അർപ്പിക്കപ്പെട്ട വിശുദ്ധ ബലികളുടെ അനന്ത യോഗ്യതകളാല്, എല്ലാ ആരാധനകളുടെ യോഗ്യതയാല് ഞങ്ങളിതാ കുഞ്ഞു മക്കൾക്ക് വേണ്ടി, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലായിരിക്കുന്ന മക്കള്, വിദൂരങ്ങളിലായിരിക്കുന്ന മക്കള് ആയിരിക്കുന്ന ഇടങ്ങളിൽ വലിയ ദൈവീക സംരക്ഷണം, പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, വിജ്ഞാനത്തിൽ നിറയപ്പെടുവാൻ, കാലഘട്ടത്തിന്റെ തിന്മകളിൽ വീണുപോകാതെ നന്മ നിറഞ്ഞ കുഞ്ഞുങ്ങളായി ഞങ്ങളുടെ മക്കൾ വളർന്നു വരുവാൻ ഈശോ എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ആത്മാവിന്റെ നിറവ് നൽകണമേ. ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ ഒന്ന് ആശീർവദിച്ച് നെറ്റിയിലൊന്ന് കുരിശ് വരച്ചൊന്ന് വിശുദ്ധീകരിച്ചേ. എല്ലാ പച്ചമാരും മക്കളെ ഒന്ന് വിശുദ്ധീകരിച്ചേ. കരങ്ങളൊന്ന് കുപ്പിപ്പിടിച്ച്, എല്ലാവരും കരങ്ങൾ കുപ്പിപ്പിടിച്ചേ. മുട്ടിന്മേലായിരുന്നു. ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്ന വലിയ നിമിഷങ്ങളാണ്. നമ്മുടെ ഈ ശുശ്രൂഷ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ വലിയ കൃപകളാണ്, ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ ഈശോ വർഷിക്കുന്നുണ്ട്. ശരിക്കും നന്ദി പറയാം. പ്രത്യേകിച്ച് നമ്മളിന്ന് 8-ാം ദിനത്തിലെ ശുശ്രൂഷ സമാപന നിമിഷങ്ങളിലേക്ക് അടുക്കുമ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകുവാൻ ചിലരൊക്കെ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് പങ്കെടുക്കാനായിട്ട് വലിയ പ്രയാസങ്ങളുണ്ട്, വലിയ പ്രലോഭനങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം വലിയ ദൈവാനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരുന്ന ശുശ്രൂഷയാണ്. തിന്മയുടെ വലിയ പ്രലോഭനങ്ങളുണ്ടാവും. ഈശോയെ, എല്ലാ അസ്വസ്ഥകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അതിലേക്ക് അതിജീവിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളിലേക്ക് ചൊരിയണമേ. എന്ത് വില കൊടുത്തും ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ ഈ 33 ദിനങ്ങളിൽ ഞങ്ങൾ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് വലിയ നിറവ് ലഭിക്കുക. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ നിയോഗത്തെ ഞങ്ങൾ പ്രത്യേകിച്ച് പൊതു നിയോഗങ്ങളെല്ലാം ഉണ്ട്, ഒത്തിരി ഐശ്വര്യ നിയോഗങ്ങളൊക്കെ ഉണ്ട്. ഇതാ എല്ലാ നിയോഗങ്ങളും ഒന്ന് മനസ്സിലോർത്തെ. നിങ്ങളുടെ ഇന്നത്തെ നിയോഗത്തെ ഈ ദിവികാരുണ്യ ആരാധനയിൽ അങ്ങ് ചേർത്ത് വെച്ചു. അനുഗ്രഹിക്കുക, ഉറപ്പാ. വലിയ കൃപ അഭിഷേകം ഒഴുകും. അപ്പോൾ നിങ്ങളൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇതിൻ്റെ പിന്നിൽ, ഈ ശുശ്രൂഷയുടെ പിന്നിൽ അധ്വാനിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഈ ലോകമെമ്പാടെ ശുശ്രൂഷ എത്തിക്കുന്ന ശാലോം കൂട്ടായ്മ സമർപ്പിച്ച ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ വലിയ ചൈതന്യത്തെ ലോകമെമ്പാടെ എത്തിക്കുന്ന ഈ ശുശ്രൂഷയുടെ പിന്നിൽ അധ്വാനിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കണേ. അവരുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ ആശീർവദിക്കണേ. അവരിലൂടെ വലിയ ദൈവമഹത്വം ഞങ്ങളിലേക്ക് കടന്നു വരുവാൻ അങ്ങ് ഇടവരുന്നതിന് അവർ നന്ദി പറയുന്നവരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. കരങ്ങൾ കൂപ്പാം, കണ്ണുകളടച്ച് പരിശുദ്ധ കുർബാനയുടെ കൃപ തുളുമ്പുന്ന, അനുഗ്രഹം തുളുമ്പുന്ന ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഇന്നത്തെ നന്മ പ്രവൃത്തി. ദുശ്ശീലങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത് നിയോഗത്തോടുകൂടി 9605818881 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക.